എൻ്റെ പേര് കോമളൻ വിലായുധൻ. ഞാൻ ഈ ചെറക്കര നിവാസിയാണ്. വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ 59ാമത് ബ്രാഞ്ചാണ് ഇന്ന് പാരിപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ ഏകദേശം 2 വർഷമാകുന്നു ഈ ക്രെഡിറ്റ് സൊസൈറ്റിയിലെ ഭാഗമായിട്ട്. ഇതിൻ്റെ തുടക്കത്തിൽ പരവൂർ മുനിസിപ്പാലിറ്റിയിലാണ് ആദ്യത്തെ ബ്രാഞ്ച് വന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പാരിപ്പള്ളിയിൽ അടുത്ത ഒരു ബ്രാഞ്ച് കൂടി ഇപ്പോൾ വരികയാണ്. ഇതുവഴി ഏറെ ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കിൽ എത്തിക്കാൻ ഈ സൊസൈറ്റി വഴി നമ്മൾക്ക് കഴിയും. ഇതിൻ്റെ പ്രൊഡക്റ്റുകളെ പറ്റി പറഞ്ഞാൽ ബ്രോഡായിട്ട് പറയുമ്പോൾ ഇതിനകത്ത് ലോൺസ്, 2 വീലർ, 4 വീലർ, യൂസ്ഡ് കാർസ്, പിന്നെ ഷോപ്പുകൾക്കുള്ള ലോണുകൾ, ഇതെല്ലാമാണ് പോർട്ട്ഫോളിയോയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ 2 വീലർ ഏകദേശം 102 കോടി രൂപ അക്രോസ് കേരളയിൽ ഈ സൊസൈറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു മേജർ ബിസിനസ്സായിട്ടാണ് ഇതിനകത്ത് നടന്നു പോകുന്നത്. കൂടാതെ ഇപ്പോൾ സ്വർണ്ണക്കട വന്നു. സ്വർണ്ണക്കടയിൽ ഏകദേശം 20 CR ഒരു ഷോറൂമുകളാണ് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആദ്യത്തെ ഷോറൂമിൽ സാധാരണക്കാർക്ക് സാധാരണ സ്വർണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വർണ്ണക്കട ആൾറെഡി സാധാരണക്കാർ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ സ്വർണ്ണക്കടയിൽ സാധാരണക്കാർക്ക് അറിയാവുന്ന 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് സ്വർണം വാങ്ങുക, വിൽക്കുക, പണയം വെക്കുക. പക്ഷേ ഇതിൽ വളരെ യൂണിക്കായിട്ടുള്ള ഒരു 4th ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് ഒരു സാധാരണക്കാരൻ്റെ കയ്യിൽ പഴയ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് ലോക്കറിൽ വെച്ച് അതിന് പൈസ കൊടുക്കാതെയും വീട്ടിൽ വെച്ച് അതിൻ്റെ ടെൻഷൻ എടുക്കാതെയും സ്വർണം മാറ്റി മേടിക്കാൻ പോകുമ്പോഴുള്ള ആ ഒരു പ്രോബ്ലം, അവരുടെ ഒരുപാട് നഷ്ടങ്ങൾ അതിനകത്തുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ച്. അതിൻ്റെ എല്ലാത്തിനും ഒരു സൊല്യൂഷനായിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രാം വന്നിരിക്കുന്നത്. പിന്നെ പെൻഷനിൽ തന്നെ 2 കാറ്റഗറി ഇതിനകത്തുണ്ട്. പിന്നെ അടുത്തതായിട്ട് പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് ജനക്ഷേമപരമായിട്ടുള്ള അവരുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് അവരുടെ ഹാർഡ് ഏൺഡ് മണി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് പ്രോപ്പറായ, അതായത് ഹയർ റിട്ടേൺ കിട്ടുന്നത്. ഏകദേശം സീനിയർ സിറ്റിസന് 13% വരെ ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്ക് ഇവിടെ നിന്ന് അവർക്ക് റിട്ടേൺ ലഭിക്കുന്നുണ്ട്. പിന്നെ 12, ജനറലിനും ഏകദേശം 11+% ഇൻട്രസ്റ്റ് ഇവിടെ ലഭിക്കുന്നത്. ഒരു 20,000 രൂപ FD ചെയ്താൽ 6 മാസത്തേക്ക് അതിന് ഏകദേശം 8% ക്വാർട്ടർലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നത് കൂടാതെ അതെല്ലായിടവും കിട്ടുന്നതാണ്. പക്ഷേ അത്രയും പെർസെൻറ്റേജ് കിട്ടത്തില്ല. ഇവിടെ അത്രയും പെർസെൻറ്റേജും ഉണ്ട്. അതുപോലെ തന്നെ 5 ലക്ഷം രൂപയുടെ ക്യാൻസർ കെയറിനുള്ള, അതായത് ക്യാൻസർ രോഗം ബാധിച്ചാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ കിട്ടുന്ന കെയറിൻ്റെ ക്യാഷ്ലെസ് പോളിസിയുടെ പ്രീമിയം കൂടി ഈ സൊസൈറ്റി അവർക്ക് ഒരു ബോണസായിട്ട് നൽകുന്നുണ്ട്. ഇത് ക്യാൻസറിന് മാത്രമല്ല, ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുന്ന വേറൊരു പ്രൊഡക്റ്റും കൂടി ഇതിനകത്തുണ്ട്. ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ബൈപ്പാസ്, ക്യാൻസർ, ഈ 4 അസുഖത്തിനോട് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഒരു പോളിസി അവർക്ക് 19-20 ലക്ഷത്തിൻ്റെ ഒരു ഫാമിലിക്ക് കിട്ടും. ഒരു 60 വയസ്സുള്ള ഒരാൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ.
ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയമക്കളാം ഞങ്ങളെല്ലാവരും. തോളോട് തോൾ ചേർന്ന് സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരും നൽകേണമേ. തോളോട് തോൾ ചേർന്ന് സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകേണമേ. മുന്നേറുവാൻ വരം നൽകേണമേ. ചൈതന്യമേ, നിത്യചൈതന്യമേ, കൈകൾ കൂപ്പുന്ന സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേകമായി നമിക്കുന്നു ജാതാന്തരം. ചൈതന്യമേ, നിത്യ ചൈതന്യമേ. താങ്ക് യു. നമസ്കാരം. നമ്മുടെ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ 59ാമത് ബ്രാഞ്ച് ഉദ്ഘാടനം ഇന്ന് ഇവിടെ പാരിപ്പള്ളിയിൽ നടക്കുകയാണ്. 17/12/2012 വിന്നേഴ്സ് സൊസൈറ്റി രൂപം കൊണ്ടത്. ഇതൊരു ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഇത് സെൻട്രൽ രജിസ്ട്രാർ ലൈസൻസിന്റെ അണ്ടറിലാണ് ഈ സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്. ജനങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള പല ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളും ഈ സൊസൈറ്റി വഴി ലഭിക്കുന്നുണ്ട്. വിന്നേഴ്സ് റോയൽ വർഷ എന്ന പേരിൽ രാജ്യത്തോടെ 7 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 59ാമത്തെ ബ്രാഞ്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ സമ്മേളനത്തിലൂടെ, ഈ സംരംഭത്തിലൂടെ നിർവഹിക്കേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആദ്യം നാടമുറിച്ചും അതിനുശേഷം ഭദ്രദീപം തെളിയിച്ചും വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പാരിപ്പള്ളി ബ്രാഞ്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ ആദ്യമായി സമ്മേളനത്തെ അറിയിക്കുകയാണ്. നമുക്കറിയാം, സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും വളരെ വളരെ വലുതാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ കോവിഡ് കാലഘട്ടത്തിലെ സ്ഥിതി പരിശോധിച്ചാലും നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി നിലവിൽ വന്നപ്പോഴും അതുപോലെ എപ്പോഴെല്ലാം രാജ്യത്തിന്റെ സമ്പദ്ഘടന ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ നേരിടുന്നു അപ്പോഴെല്ലാം സഹകരണ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യവും പ്രവർത്തനവും നമ്മുടെ സമ്പദ്ഘടനയുടെ പുനരുജ്ജീവനത്തിനും നിലനിൽപ്പിനും സഹായകരമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ആ രൂപത്തിൽ സഹകരണ പ്രസ്ഥാനം ബാങ്കിംഗ് മേഖലയിലേക്ക് കടന്നു വരികയും ബാങ്കിംഗ് രംഗത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കോർ ബാങ്കിംഗ് സംവിധാനത്തോടു കൂടിയാണ്. കാരണം ഏറ്റവും കൂടുതൽ മോഡേണൈസേഷൻ അല്ലെങ്കിൽ ആധുനികവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്കിംഗ് സെക്ടറിലാണ്. കോർ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ അത്യാധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ചാണ്, 59ാമത്തെ ബ്രാഞ്ചാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. നിക്ഷേപ പദ്ധതികൾ, സമ്പാദ്യശീലം വളർത്തുന്നതിനുള്ള ഡിപ്പോസിറ്റുകൾ, സ്വർണം ആസ്പദമാക്കിയിട്ടുള്ള ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, ടൂ വീലർ ലോൺ തുടങ്ങി വൈവിധ്യമാർന്ന സേവനങ്ങൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര മന്ത്രാലയത്തിന്റെ കൃത്യമായ നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള നിബന്ധനകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാഞ്ച് എന്ന നിലയിൽ ഈ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്കും നാട്ടുകാർക്കും ഏറെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സംരംഭമായി ഇത് മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 59ാമത് ബ്രാഞ്ചിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ച വിവരം ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തെ അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ വിജയവും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
നമ്മുടെ രാജ്യത്ത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം ഇന്ന് താഴെത്തട്ടിലേക്ക് വളരെ വ്യാപകമായി പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് സഹകരണ പ്രസ്ഥാനങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തെ ആൾക്കാരുടെ സമ്പാദ്യം ഇത്തരം സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് വരിക, ആ സമ്പാദ്യത്തിലൂടെ വ്യക്തിപരമായും കുടുംബപരമായും അവർക്കും നേട്ടമുണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ ഏറ്റവും പ്രധാനമായ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഗ്രാമീണ മേഖലകളുടെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇത്തരം പ്രവർത്തനം വളരെ അഭിനന്ദനാർഹമായി മുന്നേറുന്നു. മൾട്ടി സ്റ്റേറ്റ് തന്നെ പലതരത്തിലുണ്ട്. മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, മൾട്ടി സ്റ്റേറ്റ് ടൂറിസം സൊസൈറ്റി ഉണ്ട്, അങ്ങനെ നിരവധി സൊസൈറ്റികളുണ്ട്. മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ബാങ്ക് പോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന സൊസൈറ്റിയാണ്. അതായത് നിയമപരമായി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനും അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുന്ന സൊസൈറ്റികളാണ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. മറ്റൊക്കെ പേര് സൂചിപ്പിക്കുന്നത് അഗ്രി സൊസൈറ്റി അഗ്രികൾച്ചർ ആവശ്യങ്ങൾക്കും ഹൗസിംഗ് സൊസൈറ്റി ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യങ്ങൾക്കും ഒക്കെയാണ്. എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൊസൈറ്റി ബാങ്ക് പോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന സൊസൈറ്റിയാണ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഞങ്ങളെ സംബന്ധിച്ച് 2012 ഞങ്ങൾക്ക് ലൈസൻസ് ലഭിച്ചു. 2023 കേന്ദ്ര ഗവൺമെന്റ് സഹകരണ നിയമം കുറച്ചുകൂടി ശക്തിപ്പെടുത്തുകയും ഓംബുഡ്സ്മാൻ പോലെയുള്ള കാര്യങ്ങൾ അതിന്റെ ഇലക്ഷനൊക്കെ കൃത്യമായി അമെൻഡ്മെന്റ് ആക്ട് 2023 പാർലമെന്റ് പാസ്സാക്കിയതിനെ തുടർന്നാണ് ഞങ്ങളും പ്രവർത്തനം ആരംഭിച്ചത്. കൊച്ചിയിലാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. ഇതിനകം 59 ബ്രാഞ്ചുകൾ കേരളത്തിൽ തമിഴ്നാട്ടിലുമായി, കേരളത്തിൽ 57 ബ്രാഞ്ചും തമിഴ്നാട്ടിൽ 2 ബ്രാഞ്ചുകളിൽ കർണാടകത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തന പാരമ്പര്യങ്ങളിൽ 25-30 വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകൾ നയിക്കപ്പെടുന്നതുകൊണ്ടും അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് പ്രോപ്പറായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സാധിക്കുന്നതുകൊണ്ടും നിങ്ങൾ ഈ ചെറിയ കാലം കൊണ്ട് തന്നെ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ടൂ വീലർ ലോണുണ്ട്, ബിസിനസ് ലോണുണ്ട്, ചെറുകിട വ്യാപാരികൾക്ക് കൊടുക്കുന്ന ലോണാണ് ബിസിനസ് ലോൺ. അതുപോലെ ഗോൾഡ് ലോണുണ്ട്, അതുപോലെ നൂതനമായ ലോണുണ്ട്, ഗോൾഡ് പർച്ചേസ് ലോൺ, സ്വർണം വാങ്ങാൻ ഞങ്ങൾ ലോൺ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ്സിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ് പോലെയുള്ള ലഘു സമ്പാദ്യ പദ്ധതികളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഞങ്ങൾ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിക്ഷേപകർക്ക് കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ സാധാരണ ബാങ്കുകളിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ 2-3% കൂടുതൽ നിക്ഷേപത്തിന് പലിശ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ പ്രായമുള്ള ആളുകൾ പ്രത്യേകിച്ച് അവർ ഈ ഒരു ഇൻട്രസ്റ്റ് ഇൻകം, കേരളത്തിലെ ആളുകൾ പ്രത്യേകിച്ച് 35% ഇൻട്രസ്റ്റ് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പദ്ധതികൾ വളരെ ആവശ്യമാണ് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടികളൊന്നും ഒരിക്കൽ കൂടി അഭിവാദം ചേർന്നുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും നന്ദി, നമസ്കാരം. ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനം എല്ലാ ഉയർച്ചയും അതോടൊപ്പം എല്ലാവർക്കും മികച്ചവും ഉപകാരപ്രദവുമായിട്ടുള്ളതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ലഘു സമ്പാദ്യശീലം നമ്മളെ കുഞ്ഞുങ്ങളിൽ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് ഇന്ന് ഇല്ലാത്തൊരു കാര്യം അതാണ്. സമ്പാദ്യശീലം ഇല്ല. അന്നൊന്ന് കിട്ടുന്നത് നമ്മൾ അന്നൊന്ന് ചെലവാക്കി കളയും. അതാണ് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. സമ്പാദ്യശീലം ആർക്കും തന്നെ ഇല്ല. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. ഒരു നമ്മൾ വഞ്ചിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ചെറിയ ചെറിയ നിക്ഷേപങ്ങളൊക്കെ നമുക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു വിശ്വാസം, ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ എനിക്കൊരു വഞ്ചി തരുമായിരുന്നു. അപ്പൊ ബാക്കി വരുന്ന പൈസയൊക്കെ അതിലിട്ട് വെക്കും. പക്ഷെ ഇന്ന് എൻ്റെ മക്കളടുത്ത് പറഞ്ഞ അവര് അപ്പോഴേ അത് കൊണ്ടുപോയി എന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് ഏറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്ന അതാണ്. അപ്പോഴേ കൊണ്ടുപോയി പൊറോട്ട, ഇറച്ചി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ നമ്മളെ സമൂഹം നമ്മളെ മക്കളെ വളർത്തുന്ന രീതി അത് ഇനിയെങ്കിലും മാറണം. നല്ല മക്കളായിട്ട് നമുക്ക് അവരെ ഓരോരുത്തർക്കും വളർത്താൻ കഴിയണം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഏറ്റവും സാധാരണ ജനങ്ങള് ബാങ്കുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. കാർഷിക ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റെന്ത് വായ്പക്ക് ചെന്നാലും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും നേരിടുന്നുണ്ട്.
അപ്പൊ അത് വ്യാപാര മേഖലയിൽ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ബാങ്കുകളിൽ നിന്നും അവർക്ക് ചെറിയ ചെറിയ സമ്പാദ്യങ്ങളിലൂടെ അവർക്ക് ലോൺ എടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ക്രെഡിറ്റ് ബാങ്ക് എന്താണ്, അത് അഗ്രികൾച്ചർ മേഖല എന്താണ്, അത് എത്ര തരമുണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങളുണ്ടെന്നൊക്കെ വിശദമായി പറഞ്ഞു തന്നത് നമുക്കൊരു അറിവാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നവർക്ക് നമുക്ക് അത്തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് അഭിമാനമാണ്. എന്തായാലും നമ്മുടെ നാടിന് ഒരു ധനകാര്യ സ്ഥാപനം കൂടി വന്നു ചേർന്നിരിക്കുന്നു. എല്ലാത്തരം ലോണുകളും ഒരു പറഞ്ഞതുപോലെ സ്കൂട്ടർ ഉൾപ്പെടെയുള്ള ലോണുകൾ ലഭിക്കുന്ന തരത്തിലേക്ക് നാട്ടിന്റെ ആൾക്കാരുടെ ആവശ്യമനുസരിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എന്ന് സാധിക്കട്ടെ. എല്ലാവരും ആശംസകളും നേരുന്നു. നമസ്കാരം. സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ആ സ്ഥലത്തെ വ്യക്തികൾക്ക് അവർക്ക് ചെറുകിട രീതിയിലുള്ള സേവിങ്സ് വളർത്തുക, 2 നല്ല രീതിയിലുള്ള അസറ്റ് പ്രൊഡക്ട്സ് നൽകുക, ഗോൾഡ് ലോൺസ്, ബിസിനസ് ലോൺ, അവരുടെ ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ ഒരു വ്യക്തിയെ സഹായിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ഓരോ സഹകരണ സംഘത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. പാരിപ്പള്ളിയിലെ നിവാസികൾക്ക് ഞങ്ങളുടെ ഈ വലിയ പ്രസ്ഥാനം നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ഉപദേശങ്ങൾ തേടുന്നതിനും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ്, നിങ്ങളുടെ ജീവിതയാത്രയിൽ ആവശ്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഉതകുന്ന എല്ലാ സൊല്യൂഷൻസും ഞങ്ങളുടെ ബ്രാഞ്ചുകളിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആ സേവനം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. 2 വർഷം മുമ്പ് 24 ആണ് പരവൂർ ഇതേപോലെ ഒരു ബ്രാഞ്ച് ആരംഭിച്ച് ഞങ്ങൾക്ക് അതിന്റെ ഫൗണ്ടർ മെമ്പർ ആകാനുള്ളൊരു ആശീർവാദം കിട്ടി. ഇന്ന് ഇതിനോടടുത്ത് മറ്റ് പല സ്ഥലങ്ങളിലും ഈ ബ്രാഞ്ചസ് തുടങ്ങിയെങ്കിലും പരവൂർ ബ്രാഞ്ച് കൊല്ലത്തിനും ഇതിനും അടുത്തുള്ളത് ബ്രാഞ്ച് ഇവിടാണ്. ഈ ഉദ്ഘാടനത്തിൽ പങ്കുചേരാൻ വളരെ സന്തോഷപൂർവ്വമായി എത്തിച്ചേർന്നത്. ഇവിടെ ഇന്ന് നമ്മുടെ ഈ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നെത്തിയ പ്രേമേന്ദ്രൻ സാറിന് ഞാൻ നന്ദി പറയുന്നു. BJPയുടെ തിരുവനന്തപുരം മേഖലയിലെ അധ്യക്ഷ സാറിനെ ഞാൻ നന്ദി പറയുന്നു. വാർഡ് മെമ്പറായ ആര്യ, ആദ്ര, ബാക്കി വേദിയിലുള്ള സന്നിഹിതരായ വാർഡ് അംഗങ്ങൾ, ഇപ്രാവശ്യം ജയിച്ച് നമ്മളെല്ലാം ഒരു പ്രേരണ തന്നിരിക്കുന്ന അംഗങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിന്നേഴ്സിന്റെ ഹെഡ് ഓഫീസ് എറണാകുളത്തു നിന്ന് എത്തിച്ചേർന്ന രഞ്ജിത്ത് സാറും ബെഞ്ചമിൻ സാറിനെയും ഞാൻ ഈ വേദിയിൽ ആദ്യമായി നന്ദി പറയുന്നു. മറ്റ് ഇങ്ങനെ ഈ ഉദ്ഘാടനം വളരെ നല്ലതുപോലെ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഈ നാട്ടുകാരുടെ ഒത്തുചേരലാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാട്ടുകാരുടെ സഹകരണമാണ് ഏറ്റവും പ്രശംസനീയമായ. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇന്ന് ഞാൻ ഈ 2 അതിഥികളെ ഇവിടെ വിളിക്കാനുള്ള കാരണം, ഈ ബ്രാഞ്ച് ഇവിടെ വരാൻ ഇതിന് ഇൻവെസ്റ്ററായിട്ട് മുന്നോട്ട് വന്ന സിബിൻ, പുഷ്പലത മാം, ഈ മദറാണ് ഈ മകനെ ഇതിനു വേണ്ടിയിട്ട് കൺവിൻസ് ചെയ്തത്. കാര്യം ഞങ്ങൾ പാരിപ്പള്ളിയിൽ ഇതിന്റെ ഫൗണ്ടർ മെമ്പർ ആകുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളും നെഗേഷൻസും കൂടെ കടന്നുപോയ ആൾക്കാരാണ്. ഇന്ന് ഈ മദർ ഞങ്ങളോടൊപ്പം ഇതിന്റെ ബ്രാഞ്ചുകളിലും മറ്റുള്ള കോർപ്പറേറ്റ് ഓഫീസുകളിലെല്ലാം വന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവർ തുനിയെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ റിട്ടേൺസ് വരുന്ന കാര്യത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ വന്നതിന് ശേഷമാണ് മകനോട് പറഞ്ഞത്, മകനെ നീ എന്തായാലും ഇതിന്റെ കയ്യിൽ പൈസയുണ്ട്, ഇനി നീ ഗൾഫിൽ പോകണ്ട. പുള്ളി ഒരു ബാച്ചിലറാണ്. അപ്പം അതനുസരിച്ച് പുള്ളി അത് സമ്മതിച്ചു. ഈ ബ്രാഞ്ച് ഇവിടെ വരാൻ കാരണം ഇദ്ദേഹമാണ്. നമുക്ക് 3 തരത്തിലുള്ള RDs ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഡെയിലി, ഒരാൾക്കൊരു 100 രൂപ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് 350, 500, 700 ദിവസത്തേക്ക് അത് ഓപ്റ്റ് ചെയ്താൽ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അവർക്ക് അവിടെ വീട്ടിലിരുന്നോ ഇവിടെ യാത്ര ചെയ്യുന്ന അവിടെ നിന്നിട്ട് QR കോഡ് വഴി അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുകയും അതിൻ്റെ സ്ലിപ്പ് അവർക്ക് അവരുടെ മൊബൈലിൽ തന്നെ കിട്ടുകയും ചെയ്യും, എൻ്റെ റെസീപ്റ്റ്. സെയിം തന്നെ നമുക്ക് പുതിയ മന്ത്ലി RD വന്നിട്ടുണ്ട്. മന്ത്ലി RDയിൽ പറഞ്ഞാൽ ഈവൻ 500 രൂപയിൽ സ്റ്റാർട്ട് ചെയ്ത് 1 മുതൽ 9 വർഷം വരെയുള്ള പീരീഡിൽ ഒരാൾക്ക് സീനിയർ സിറ്റിസനും സാധാരണക്കാർക്കും ഇത് ഒപ്റ്റ് ചെയ്യാം. 3 വർഷം വരെ ഒപ്റ്റ് ചെയ്യുന്നവർക്ക് 10ന് മുകളിലും, അത് കഴിഞ്ഞാൽ
ഏകദേശം 12% റിട്ടേൺ ആണ് അതിനകത്ത് കിട്ടുന്നത്. ഒരു ജനറലായിട്ടുള്ള കൺസെപ്റ്റ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ആൾക്കാർ പറയുന്നത് നമുക്ക് ഡെയിലി അടയ്ക്കാൻ പറ്റില്ല, എങ്കിലും മന്ത്ലിയും ബുദ്ധിമുട്ടാണ്, ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് വന്നാൽ. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് നമ്മളുടെ ഫ്ലെക്സി എന്ന് പറയുന്നത്, വെൻഫിസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അതിനകത്ത് നമുക്ക് 1000 രൂപയുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അതിന് 10 ഷെയറും കൂടെ തരും. അതായത് എത്ര പൈസ നമ്മൾ അടയ്ക്കുന്നു അത്രയും ഷെയർ നമുക്ക് കിട്ടും. പ്ലസ് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മളായിരിക്കും, കസ്റ്റമർ ആയിരിക്കും അതിനകത്ത് എത്ര % ഇൻട്രസ്റ്റ് വേണമെന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ പൈസ അതിനകത്ത് എപ്പോൾ വേണമെങ്കിലും പൈസ കൊണ്ടിടാം, അടച്ചില്ലെങ്കിൽ അതിനകത്ത് പെനാലിറ്റി ഇല്ല. എന്തുകൊണ്ടും എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ പ്രൊഫഷണലായിട്ടുള്ള സ്റ്റാഫാണ് ഇതിനകത്തുള്ളത്. അപ്പം നല്ല സർവീസും അതിനകത്ത് കിട്ടും. ഇതിൻ്റെ വർക്കിംഗ് അവേഴ്സ് വരുന്നത് നമ്മളുടെ രാവിലെ 9:30 ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിനുശേഷം സാധാരണ 5:30 വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് സമയം. അത് പരവൂരും ഇവിടെയും കിട്ടും. ഇത് കൂടാതെ ഇവിടെ അടുത്തുള്ള സ്ഥലമെന്ന് പറയുന്നത് കൊല്ലം ബ്രാഞ്ചുണ്ട്, ഓടനാവട്ടം, കൊട്ടാരക്കര, ആറ്റിങ്ങൽ. ഇനിയും കൂടുതൽ ബ്രാഞ്ചുകൾ അടുത്തടുത്ത സ്ഥലങ്ങളിൽ വരാനുള്ള പ്രതീക്ഷിക്കുകയാണ്.